മൃഗാശുപത്രി ചൊറിയും കുത്തി ഇരുന്നപ്പോഴാണ് വേണ്ട ഈ ഒരു ഐറ്റം കാറും പിടിച്ച് നമ്മളെ കാണാൻ വന്നേ. എന്തോ പറ്റിയതാണെന്ന് അറിയാൻ വേണ്ടി കയ്യിലൊന്ന് പിടിച്ചപ്പോൾ അവൻ എന്നെ കടിക്കാൻ വന്നു. ഭാഗ്യത്തിന് വാ കെട്ടിയുണ്ട്, അവൻ്റെ കടി എനിക്ക് കൊണ്ടില്ല. പിന്നെ ബൈസ്റ്റാൻഡർ ചേട്ടനോട് പറഞ്ഞ് പട്ടിയെ മര്യാദയ്ക്ക് പിടിക്കാതെ ഞാൻ നോക്കത്തില്ലെന്ന്. അങ്ങനെ ഞാൻ ഈ കാണിക്കുന്ന പേഴ്സണ് മൊത്തം അതിൻ്റെ കാല് ഞരമ്പ് കിട്ടാനാണ്. പക്ഷേ എനിക്ക് കാല് ഞരമ്പ് കിട്ടിയില്ലേ. കയ്യിലെ ഞരമ്പ് എടുക്കുന്ന സമയത്ത് അവൻ എങ്ങാനോ എന്നെ കടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാലോ എന്ന പേടിച്ചാണ് ഞാൻ ഈ കാലിലെ ഞരമ്പ് എടുക്കാൻ പോയത്. പക്ഷേ അവന് വാ കെട്ടിയോണ്ട് എന്നെ കടിക്കാൻ പറ്റിയില്ല. ആൾക്ക് എന്തോ പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടു മടുത്ത് അളിയന് പുറകെ വെളിയിലെ കാഴ്ചകൾ കാണാൻ. വെളിയിലെ വലിയ വലിയ അളിയന്മാർ ഈ പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും അങ്ങ് പെരുമാറി വിട്ട്. അങ്ങനെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അന്യായ പെരുമാറ്റമായിരുന്നു കേട്ടോ. ശരിക്ക് ചതവുണ്ടായിരുന്നു, ശരീരം മൊത്തം ചതഞ്ഞ്. അതാണ് ഇങ്ങനെ അവശ നിലയിൽ കിടക്കുന്നത്. നമ്മൾ പിന്നെ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്ത് ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഫ്ലൂയിഡൊക്കെ ഡീഹൈഡ്രേഷൻ ആയതുകൊണ്ട് ഫ്ലൂയിഡൊക്കെ ശരിക്കും കൊടുത്ത് പെയിൻ കില്ലറൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ ഇങ്ങനെ നിർത്തിയേക്കുവാണ്. അപ്പോൾ വേണ്ടേ ഞാൻ IV കൊടുത്തതാണ്. ഒറ്റയടിക്ക് തന്നെ എനിക്ക് IV കിട്ടി, അതിൻ്റെ സന്തോഷം വേറെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ.